ആണ് ഈ അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ വാഹനാപകടത്തിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കം തേടിയിട്ടുണ്ട്. എന്നാലും സംഭവ സ്ഥലത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിലാണെങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് പഞ്ചായത്ത് അംഗം ജിമ്മി മാത്യു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജിമ്മി മാത്യു, ഇപ്പോൾ താങ്കൾക്ക് അവിടെ നിന്ന് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജിമ്മി മാത്യു? ഞാൻ പഞ്ചായത്ത് അംഗമല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് അംഗമായിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് അംഗമല്ല. ശരി, അതാണ് പ്രധാനമായിട്ടും. പിന്നെ ഇത് ഈ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ ആണ് അപകടത്തിൽപ്പെട്ട് 3 പേര് കച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു കുട്ടി പിന്നെ മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലുമാണ്. 4 കുട്ടികൾ മരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്ക് സുഖമില്ലാതിരിക്കുവാണ്. പക്ഷേ ഈ റോഡ് ഉണ്ടായപ്പോൾ മുതൽ അവിടെ അതിൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയമായ എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ അവിടെ സാധാരണ സംഭവിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ MLA നിയമസഭയിൽ പോലും ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം ഈ സമയത്ത് മഴയും കൂടെ ഉണ്ടായതുകൊണ്ടാണ്, ചെറിയ തോതിലുള്ള മഴയും കൂടെ ഉണ്ടായപ്പോഴാണ് ഇത് ഒരു വാഹനത്തിൽ ഇടിച്ചിട്ട് അല്പം മറുഭാഗത്തു നിന്ന് വന്നിട്ടുള്ള, അതായത് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ഈ വാഹനം പിന്നെ മണ്ണാർക്കാട്ടിൽ നിന്ന് തന്നെ വന്ന ഏതോ ഒരു വാഹനത്തിൽ പിന്നെ അല്പം ഇടിച്ചിട്ട് തിരിച്ച് മറിഞ്ഞു വീഴുകയാണ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവരൊരേ ഭാഗത്തുള്ള ചെറുള്ളി എന്ന ഭാഗത്തുള്ള 4 പെൺകുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയിട്ടില്ല. നാട്ടുകാർ വളരെ ക്ഷോഭത്തിലും സങ്കടത്തിലുമാണ്, വളരെ വിഷമത്തിലാണ്. ഇതാണ്. അതെ, ആ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു. ശ്രീ ജിമ്മി മാത്യു, താങ്കൾ മുൻ പഞ്ചായത്ത് അംഗമാണല്ലോ. നേരത്തെ താങ്കൾ പറയുകയുണ്ടായി അവിടുത്തെ MLA ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി, റോഡിന്റെ ശോച്യാവസ്ഥയും അപകട സാധ്യതയും എന്ന്. അത് ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് ആണോ അങ്ങനെ ഉന്നയിക്കപ്പെട്ടത്? മുൻ MLA ശാന്തകുമാരി ആണ് വിഷയം അവതരിപ്പിച്ചത്. ഷാഫി പറമ്പിലെ MLA പാലക്കാട് MLA ആയിരുന്നു. ഇത് കോങ്ങാട് MLA ആണ്. അവരുടെ നിയോജകമണ്ഡലം കോങ്ങാട് നിയോജകമണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണിത്. അപ്പൊ അതുകൊണ്ട് കോങ്ങാട് MLA, നിലവിലുള്ള MLA ശാന്തകുമാരിയാണ് ഈ വിഷയം അവിടെ നടത്തിയിരിക്കുന്നത്. ഹലോ, കേക്കാവോ? ശരി, പറഞ്ഞോളൂ. ഇത്രയുള്ള എനിക്ക് കൂടുതൽ വിവരങ്ങളില്ല. നാട്ടുകാർ വളരെ സങ്കടത്തിലും ഭയങ്കര പ്രക്ഷോഭത്തിലുമാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ അവരുടെ സങ്കടം അവതരിപ്പിക്കുക എന്നുള്ളത്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് റോഡിൽ അതിന് തക്കതായ രീതിയിൽ പിന്നെ എന്തെങ്കിലും രീതിയിൽ അശാസ്ത്രീയമായി ചെയ്ത് പിന്നെ അവിടെ വളവ് മാറ്റി അങ്ങനെയുള്ള ഇതൊക്കെ ശരിയാക്കേണ്ടി വരും. അത് പെട്ടെന്ന് 8 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എങ്കിലും ആളുകൾക്ക് ഈ വളവ് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് നടന്നു വരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് അധികം ദൂരമുണ്ടോ ഈ വളവിലെത്താൻ? ഇല്ല, വലിയ ദൂരമൊന്നുമില്ല. ഈ സ്കൂളിൽ നിന്ന് ഒരു 300 മീറ്ററോളം അകലാണ് ഈ പറഞ്ഞ സ്ഥലം. സ്കൂൾ കുറച്ചുള്ളിൽ. അവിടെ അവർക്ക് ബസ് കാത്തു നിൽക്കാനുള്ള സംവിധാനമുണ്ടോ? ബസ് സ്റ്റോപ്പ് പോലെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, അത് കഴിഞ്ഞിട്ടാണ്. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇനി ഒരു 800 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തും. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇത്ര അകലത്തിലുള്ള കുട്ടികളൊക്കെ നടന്നു പോകും. പ്രത്യേകിച്ച് ഇപ്പൊ പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് അവർ നടന്നു പോകും. അതാണ് രീതി. കുട്ടികൾ ഒന്നിച്ച് നടന്നു പോയപ്പം സംഭവിച്ച ഒരു അബദ്ധമാണ്. ഇപ്പം പിന്നെ ഈ ലോറിയിൽ ഇത്രയും ലോഡ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ അപകടം ഇതുപോലെ സംഭവിച്ചത്. അല്ലെങ്കിൽ എങ്ങനെയും കുറച്ചു പേരെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. 4 പേരും അടിയിൽപ്പെട്ടവര് മരിച്ചു പോവുക ചെയ്തത്.